ഈ കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ വിമാനം തകർന്നപ്പോൾ രാജ്യത്ത് പൊതുവെ വലിയ ഞെട്ടലും നടുക്കമൊക്കെ ഉണ്ടായി. കാരണം കുറച്ചധികം നാൾ കൂടിയിട്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതുമാത്രവുമല്ല, എയർ ഇന്ത്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. സമീപകാലത്താണ് അതിൻ്റെ ഉടമസ്ഥാവകാശം അതിലെ മെജോറിറ്റി ഷെയർസ് ടാറ്റ എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രധാനപ്പെട്ട വലിയൊരു വ്യവസായ ഗ്രൂപ്പിന് കൈമാറി. ഇന്ത്യയിൽ ഈ വിമാന ഗതാഗതം ആരംഭിച്ചത് ടാറ്റ ഗ്രൂപ്പുകാരാണ്. പിന്നീട് സർക്കാർ അത് ദേശസാൽക്കരിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. വീണ്ടും സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ടാറ്റയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് വളരെ സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. എയർ ഇന്ത്യയുടെ സേവനവും അതിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ താരതമ്യേന പരിമിതമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ടാറ്റയെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട നടക്കും എന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് വിശ്വസിച്ചത്. ടാറ്റ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു വലിയ ദുരന്തം ഉണ്ടായത്. വിമാനത്തിലെ യാത്രയിൽ ഒരേ ഒരു യാത്രക്കാരനെ രക്ഷപ്പെട്ടു. മറിച്ച് ഈ വിമാനം വന്ന് വീണ സ്ഥലത്ത് ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ ദുരന്തത്തിന് അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാജ്യം വലിയ ദുഃഖത്തിലേക്കും അല്ലെങ്കിൽ നടുക്കത്തിലേക്കും പോകുന്നു എന്ന സമയത്ത് തന്നെ ഈ ദുരന്തത്തിൽ ചില കുബുദ്ധികൾ, ചില വിഷജീവികൾ എന്ന് പറയുന്നത് കൂടുതൽ ശരി, അതിൽ സന്തോഷം രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു വലിയ പോരായ്മ. നേരത്തെ സൈനിക മേധാവി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അത് പിന്നെ ആ വലിയ ചർച്ചയാവാതെ അങ്ങ് പോയി. ഇവിടെയും ഏറെക്കുറെ അതൊക്കെ തന്നെ സംഭവിച്ചു. ഇന്ത്യയുടെ വിമാനം തകർന്നതിൽ കുറേ പേര് സന്തോഷിച്ചു. അതിൽ പാകിസ്ഥാൻകാരും ബംഗ്ലാദേശികളും പിന്നെ ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ തന്നെ പെട്ട ചില ആളുകളും ഉണ്ടായിരുന്നു. അതുകൂടാതെ ടാറ്റയ്ക്ക് കൈമാറിയ വിമാനം തകർന്നു എന്നുള്ളതിൽ ആഹ്ലാദം രേഖപ്പെടുത്തുന്ന ചില ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കുത്തക മുതലാളിത്തത്തെ എതിർക്കുന്നവർ, കുത്തകകളെ എതിർക്കുന്നവർ, അവരുടെ ഭാഗത്തു നിന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ടാറ്റയെ ബഹിഷ്കരിക്കണം എന്ന അഭിപ്രായമുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പോൾ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അവർ സോഷ്യലിസം നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ചില സാമുദായിക സമവാക്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നിലപാടിലേക്ക് പോയത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവരും അവർ സന്തോഷം അടക്കി വെക്കാൻ പണിപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതും പോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകിൽ മുതലാളിത്തത്തോടോ അല്ലെങ്കിൽ ടാറ്റയോടുള്ള എതിർപ്പുകൊണ്ട് ഈ ദുരന്തത്തിൽ സന്തോഷിക്കുന്നവർ. ഇത് രണ്ടുമല്ലാതെ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരാളായിട്ട് നമ്മൾ കണ്ടത് ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു തഹസീൽദാരാണ്. അദ്ദേഹത്തിന് വിമാനം തകർന്നതിൽ പൊതുവായ സന്തോഷം മാത്രമല്ല, പത്തനംതിട്ട ജില്ലക്കാരിയായ ഒരു നേഴ്സ് അതിൽ മരിച്ചതിലും ഒരു സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നേഴ്സ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തോ പണം കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ പുള്ളിയോട് കുടുംബപരമായിട്ട് എന്തെങ്കിലും ശത്രുതയുള്ളതോ ആണ് എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഈ തഹസീൽദാർ ജോലി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താലൂക്ക് വിഭജിച്ചുണ്ടാക്കിയ വെള്ളരിക്കുണ്ട് താലൂക്കിലാണ്. അത് ഈ കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കുടിയേറ്റ മേഖലയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു തഹസീൽദാർക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസീൽദാർക്ക് പത്തനംതിട്ട ജില്ലക്കാരിയായ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് വിദേശത്ത് ജോലിക്ക് പോയ ഒരു നേഴ്സിനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും കാരണമോ കാര്യമോ ഉണ്ടാകേണ്ടതില്ല. സത്യത്തിൽ ഒരു കാര്യവുമില്ല. ഈ നേഴ്സിനെ ഇയാൾക്ക് മുമ്പ് യാതൊരു പരിചയവുമില്ല. അവർ തമ്മിൽ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടന്നിട്ടില്ല. ഇവർ തമ്മിൽ സ്നേഹത്തിനോ വിദ്വേഷത്തിനോ ഒരു കാരണം ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ മരിച്ചുപോയ സ്ത്രീയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവയോടുകൂടിയ പരാമർശങ്ങൾ അയാൾ നടത്തി. അതേ തുടർന്ന് ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രി മുൻകൈ എടുത്ത് ഇയാളെ സർവീസ് സസ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. ഇയാൾ നിരന്തരമായിട്ട് ഇതുപോലെ സൈബർ ഗുണ്ടായിസം കാണിക്കുന്നതാണ്. മുൻ റവന്യൂ മന്ത്രി കൂടിയായിരിക്കുന്ന കാഞ്ഞങ്ങാട് MLA കുറിച്ചും അദ്ദേഹം ഇതുപോലെ തന്നെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ജാതീയമായ പരാമർശങ്ങളാണ്, രാഷ്ട്രീയമായ പരാമർശങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെതിരാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ളൊരു പദവിയാണ്. ഇയാളുടെ മുമ്പിൽ വരുന്ന ആളുകളെ പുള്ളി ജാതി മതം നോക്കിയിട്ട് അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടിയൊക്കെ സംസാരിക്കാനും പെരുമാറാനും അവരെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപകരമായ പോസ്റ്റ് ഇടാനൊക്കെ തുടങ്ങിയാൽ നാട്ടിലെ സ്വൈര്യ ജീവിതം അപകടത്തിലാവും. ഇത് ഇത്തവണ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ഇത് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ തുടങ്ങിയത് നാളെ പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും പിന്നെ പട്ടാള ഉദ്യോഗസ്ഥരിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രവണതകളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും അതിന് മറു നടപടികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഏതായാലും ഇയാളെ സസ്പെൻഡ് ചെയ്യും. അയാളെ സർവീസിൽ നിന്ന് എൻക്വയറി കൂടാതെ പിരിച്ചുവിടണം എന്ന രീതിയിൽ ജില്ലാ കളക്ടർ സർക്കാരിനോട് ശുപാർശ ചെയ്തതായിട്ട് കണ്ടു. അങ്ങനൊരു നടപടി ചെയ്യാനുള്ള വ്യവസ്ഥ സർക്കാരിലുണ്ട്.
ഭരണഘടനയുടെ 311 അനുച്ഛേദ പ്രകാരം വളരെ എക്സ്ട്രീം കേസിൽ ഇങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കാം. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാലും പ്രശ്നം തരുന്നില്ല. അയാൾ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. യാതൊരു അറിവും പരിചയമില്ലാത്ത ആളുകളെക്കുറിച്ച് ഇതുപോലെ അപവാദം, അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ, മനോരോഗികൾ എന്ന് തന്നെ പറയാം, അവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എൻ്റെ നാടായ ആലുവയിൽ നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും, ഒരു 1.5 വർഷം മുമ്പ് 6 വയസ്സുള്ള ഒരു പെൺകുട്ടി, അന്യസംസ്ഥാനക്കാരിയായ കുട്ടിയാണ്. ആ കുട്ടിയെ അന്യസംസ്ഥാനക്കാരൻ തന്നെയായ ഒരു മനോരോഗി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മിഠായി കൊടുത്ത് വശീകരിച്ച് കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പൈശാചികമായ രീതിയിൽ ലൈംഗിക ചൂഷണം നടത്തി കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച് പോയ കേസുണ്ടായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്തി തെളിവുകളൊക്കെ കോർത്തിണക്കി വിചാരണ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് അയാൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. അയാളിപ്പോൾ ജയിലിൽ കഴിയാണ്. വധശിക്ഷ സ്ഥിരീകരണം കാത്ത് ഹൈക്കോടതിയിൽ കഴിയാണ്. ഈ സംഭവം നാട്ടിൽ ആലുവയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ചെറിയ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമത്തിൻ്റെ ഒരു കൂടിയ കേസായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്, പെരുമ്പാവൂർക്കാരനായ ഒരാൾ, അയാൾക്ക് ഈ കുട്ടിയുമായിട്ടോ കൊലയാളിയുമായിട്ടോ ഒരു ബന്ധവുമില്ല, യാതൊരു പരിചയവുമില്ല. രണ്ടു കൂട്ടരും അന്യസംസ്ഥാനക്കാരാണ്, പെരുമ്പാവൂർക്കാരൻ മലയാളിയാണ്. ഈ ചെറിയ പെൺകുട്ടിയെക്കുറിച്ച് വളരെ നീചമായ രീതിയിലുള്ള പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അയാളെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും കാലത്ത് ഇതിൻ്റെ വിചാരണ ഏതെങ്കിലും കോടതിയിൽ നടക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇവിടെ എന്ത് സംഭവം നടക്കുമ്പോഴും, അത് ഭൂമി കുലുക്കം ആയിക്കോട്ടെ, അതല്ല കാട്ടുതീ ആയിക്കോട്ടെ, ഇനി ഇടിമിന്നലായാലും ശരിയാണ്, വിമാന ദുരന്തമായാലും ശരിയാണ്, ബോട്ട് ദുരന്തമായാലും ശരിയാണ്, ഇതുപോലെ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുകയും ആ സന്തോഷം സാമൂഹ്യ മാധ്യമത്തിൽ കൂടി പങ്കുവെക്കുകയും ചെയ്യുന്ന വിഷജീവികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ തടയാനോ അല്ലെങ്കിൽ ഫലപ്രദമായ എന്തെങ്കിലും നടപടിയെടുക്കാനോ നമ്മുടെ നിയമ സംവിധാനത്തിൽ വകുപ്പില്ല, വ്യവസ്ഥയില്ല. ഇതിന് ഉണ്ടായിരുന്ന വ്യവസ്ഥ തന്നെ സുപ്രീം കോടതി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് അസ്ഥിരപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ദുഃഖകരമായൊരു പരിണതിയിൽ കൂടിയാണ് നമ്മൾ രാജ്യം കടന്നു പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ പങ്കെന്തരേണ പാകിസ്ഥാനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അതിൽ കുറേ പേര് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ്, അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മലേഷ്യയിൽ, സിംഗപ്പൂരും ഇന്ത്യൻ ഓഷ്യനിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചത്. വേറെ ചിലർ നമ്മുടെ നാട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെയും സർക്കാരിനെയും പിന്തുണയ്ക്കുന്നു എന്ന വ്യാജേന പങ്കെന്തരേണ പാകിസ്ഥാനെ പിന്തുണച്ചവരാണ്. ഇതുപോലെ നിരന്തരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, മതവിദ്വേഷം പുരത്തുന്ന അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രമുഖ വ്യക്തികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിലൊരു വിദ്വാൻ സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടാണ് കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കും 4-6 നേരം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം കൊല്ലം ബിഷപ്പ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ സർക്കാർ ലാവണത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ പുള്ളി പരിപാടി നിർത്തിയിട്ടില്ല. പരിപാടി പൂർവാധികം ഭംഗിയായി. മറ്റത് കാലത്ത് ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് 12 വീഡിയോ ഇടാൻ പുള്ളിക്ക് സമയമായി, സൗകര്യമായി. കുറച്ച് കഴിയുമ്പോൾ സർക്കാർ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുക്കും. അപ്പോൾ അതുവരെയുള്ള ശമ്പളവും പുള്ളിക്ക് കിട്ടും, ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള വലിയ നിരുത്തരവാദപരമായ പ്രവൃത്തി കൊണ്ടാണ് ഇതുപോലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഇതിനൊക്കെതിരെ എന്ത് നടപടി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു മറുപടിയില്ല. പിന്നെ പരാതിക്കാരൻ CPM കാരനാണെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും, പ്രതികളെ 1-2 പേരെങ്കിലൊക്കെ അറസ്റ്റ് ചെയ്യും. കോൺഗ്രസ്സുകാരോ BJP-കാരോ മുസ്ലിം ലീഗുകാരോ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ ആണ് പരാതിക്കാരെങ്കിൽ ആ പരാതി എഴുതിയ കടലാസും അതിനുപയോഗിച്ച മഷിയും വേസ്റ്റാവും എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗർഭാഗ്യം.